ഇന്ദ്രബാലൻ സാർ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. സാർ, വലിയൊരു ദൗത്യമാണ് വയനാട്ടിൽ നടക്കാൻ പോകുന്നത്. അതിനാണ് ഇപ്പോൾ സാർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ് ഈ ദൗത്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ വന്നിരിക്കുന്നത് അവിടെ സ്ഥലത്തൊക്കെ പോയിട്ട് ഒരു നല്ല അസസ്മെൻ്റ് എടുക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡയബോർഡ്സ് കൊണ്ടുവരുമ്പോൾ അതിന് ഡിപ്ലോയ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ കളക്ട്രേറ്റ് പോയിട്ട് അവിടെ കുറച്ച് ബ്രീഫിംഗ് ഒക്കെ എടുക്കും, അവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കും. കാരണം ഇത് കാർവാർ പോലെ ഒരു സ്മോൾ ഏരിയ അല്ല, ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ ഇത് ചെയ്യാൻ ആയിട്ട് നമുക്ക് കുറേ റിസോഴ്സസ് വേണ്ടി വരും. അതിൻ്റെ അസസ്മെൻ്റ് എടുക്കാനാണ് പോകുന്നത്. ഇന്നിപ്പോൾ രാവിലെ അവിടെ ഒരു അവലോകന യോഗമുണ്ട്, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന. ആ യോഗത്തിൽ സാർ പങ്കെടുക്കുന്നുണ്ടോ? എങ്ങനെയാണ്, കളക്ട്രേറ്റിലേക്കാണോ ആദ്യം പോകുന്നത്? ഫസ്റ്റ് കളക്ട്രേറ്റ് പോയിട്ട് അവിടെ ബ്രീഫിംഗ് എടുത്തിട്ട് പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇതിനെ പറ്റി. മുഖ്യമന്ത്രിമാരുടെ ഈ യോഗത്തിൽ പങ്കെടുക്കും? അത് അറിയില്ല, അത് വിളിച്ചാൽ ഡെഫിനറ്റ്ലി എടുക്കും. പക്ഷെ ഞാൻ എൻ്റെ അസസ്മെൻറ്റ് ചെയ്യാനാണ് ഇപ്പോൾ പോകുന്നത്. സാറ് പറഞ്ഞതുപോലെ വലിയൊരു വാസ്റ്റ് ഏരിയ ആണിത്. ഒരുപാട് പേർ ഇപ്പോഴും മണ്ണിനടിയിൽ പൊതിഞ്ഞു കിടക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും നമ്മൾ ഈ ഒരു ദൗത്യം കൈകാര്യം ചെയ്യുക? അതന്നെ ഒരു ഭയങ്കര വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇതിനെങ്ങനെ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അതൊരു പ്ലാൻ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഒന്ന് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. പ്രതികൂല കാലാവസ്ഥയാണ്. ഇന്നലെ സൈന്യം ഉണ്ടാക്കിയ താൽക്കാലിക പാലം ഉൾപ്പെടെ ഒലിച്ചു പോകുന്നൊരു സാഹചര്യം, ശക്തമായ മഴ. ഇതിനെ ഇംഗ്ലീഷിൽ ഞങ്ങൾ കാറ്റാസ്ട്രോഫ് എന്ന് പറയും. കാറ്റാസ്ട്രോഫിക് പ്രൊപ്പോർഷൻസ് ആണ്. ഇതിൻ്റെ ഇപ്പോൾ എക്സ്റ്റെൻറ്റ് കൂടെ ഫുള്ളായിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഡ്രോണെ കൊണ്ടുവന്ന് നോക്കിക്കഴിഞ്ഞാൽ വി വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ ഡീപ്പ് ഇറ്റ് ഈസ്. പിന്നെ നമ്മുടെ ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കേണ്ടത് അത് അസസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പറയും. അവിടെ പോയി കളക്ട്രേറ്റിൽ പോയി കാര്യങ്ങൾ വിലയിരുത്തിയതിന് ശേഷമായിരിക്കും സ്പോട്ടിൽ പോവുക. സ്പോട്ടിൽ പോയിട്ട് അസസ് ചെയ്യും. ഓക്കെ സാർ, ഓൾ ദി ബെസ്റ്റ്. എസ്കെൻ, ഇതാണ് ഇന്ദ്രബാലൻ സാർ പറഞ്ഞത്. അവിടെ എത്തി കളക്ട്രേറ്റിൽ പോയി കാര്യങ്ങൾ വിലയിരുത്തിയതിന് ശേഷമായിരിക്കും ഈ സ്പോട്ടിൽ പോയി എന്തെല്ലാം കാര്യങ്ങൾ അവരെ ഒരുക്കണം, അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുക എന്നാണ് ഇപ്പോൾ അദ്ദേഹം 24-നോട് അറിയിച്ചിട്ടുള്ളത്. എസ്കെൻ. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം വയനാട്ടിലേക്കുള്ള യാത്രയിലാണ്. അവിടെ പോയി കാര്യങ്ങൾ പഠിച്ച ശേഷം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം കൂടി അണിചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.